ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പൊ മച്ചാമാരെ, നമ്മളിന്ന് പുറത്ത് കുറച്ച് വീഡിയോസ് എടുക്കാനായിട്ട് നോക്കിയതാണ്. പക്ഷേ ഭയങ്കര വെയില്, അതുപോലെ തന്നെ പുള്ളി കിടക്കുവാണ്. ഭയങ്കര വെട്ടായതുകൊണ്ട് തന്നെ എടുക്കാനൊന്നും പറ്റില്ല. എനിക്ക് അറിയാൻ പറ്റും, ഭയങ്കര വിയർപ്പാണ്, വീടിനകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ KCB-ക്കാർ കറക്റ്റ് ഉച്ച സമയത്ത് തന്നെ കറണ്ട് പോകും, ഫാനും ഇല്ല. അപ്പോൾ ഓരോരോ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തായാലും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടന്റെ നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആ ഒരു വീഡിയോ ചേട്ടൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന്. ശരിയാണ്, ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിശ്ചയത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്താനാണ് വന്നത്. വേറൊന്നുമില്ല, നമ്മുടെ നിശ്ചയത്തിന്റെ ആൽബം കേട്ടോ. ഇതാണ് നിശ്ചയത്തിന്റെ ആൽബം. ഞാനും മീനോടുകൂടെ ഒരു വ്ലോഗ് ചെയ്തായിരുന്നു. കാണാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം, ജസ്റ്റ് കയറി കണ്ടാൽ മതി. അപ്പൊ ഈ നിശ്ചയത്തിന്റെ ആൽബത്തിനകത്തുള്ള കുറച്ച് ആൾക്കാർ, നിശ്ചയത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതേ ഞാൻ താണ്ടേ മീനുടൻ താണ്ടേ അജീഷ് ഗോപിക. 4/2/2024 അന്നായിരുന്നു ഞായറാഴ്ചയായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ്. മീനുടെന്ന് വിളിക്കും, ഫുൾ നെയിം ഗോപിക ഗോപൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടത്തെ ഒരു ഇത്. നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്ത് തന്നേക്കുന്നത്. നമ്മുടെ അരുണനാണ് ഇതിൻ്റെ ഫുള്ള് വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല. ഫസ്റ്റ് പേജ് കണ്ടോ, ഒന്നുമില്ല. ഇതെന്തിനാണെന്ന് വിചാരിച്ചത്, പേരെഴുതാൻ. ഓക്കെ, സെക്കൻഡ് പേജിൽ ഇതേ ഞാനുണ്ട്. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നെ താടി പഠിച്ചായിരുന്നു. അന്ന് നല്ല താടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീ നമ്മുടെ മീനുകൊണ്ട് നിൽപ്പുണ്ട്. എൻഗേജ്മെൻറ്റ്, യു ആൻഡ് യുവർ എൻഗേജ്മെൻറ്റ് അജീഷ് ആൻഡ് ഗോപിക. ഓക്കെ, നെക്സ്റ്റ് വാ, പച്ച ഉടുപ്പും ഒരു പച്ച ഗ്ലാസ്. ഇത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഉള്ള കുഴപ്പമില്ല. നമ്മുടെ ബുള്ളറ്റ്, നമ്മുടെ മയിൽ വാഹനം ഇവിടെ അതുപോലെ ഇപ്പോൾ സൈഡിലായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. തളപതി ബിജിയുടെ ഒരു കൈ ഉണ്ടാവും. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലുള്ളൊരു ടാറ്റു ഉണ്ടോ, ഇതുപോലത്തെ ടാറ്റു ഈ വണ്ടിക്കകത്തുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക്. പിന്നെ റൗണ്ട് എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിപ്പം അനിയൻചാരാണില്ലായിരുന്നു, ഇപ്പം വീഡിയോ എടുക്കുന്ന അനിയനാണ്. അന്ന് ഗൾഫിലായിരുന്നു. നമ്മുടെ അമ്മൂമ്മക്കുട്ടി, അച്ഛൻ, ഞാൻ, അമ്മ, അവരുടെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ്. വീണ്ടും നമ്മൾ പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ്, ഫ്രോൺസ് ആണ്, വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. ഇത്രയും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതേ വീണ്ടും ഈ പിന്നെ രസമല്ലേ കാണാൻ, നമ്മുടെ ചാവടിയൊക്കെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മുടെ വീണ്ടും ഫ്രണ്ട് ഇന്റർലോക്കിന്റെ ആ ഒരു റിഫ്ലക്റ്റാണ് ഈ കാണുന്നത്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ലുക്ക്. ഇത് അവളാട്ടോ ഈ ഡ്രസ്സിന് സെലക്ട് ചെയ്ത്. നമ്മൾ തയ്പ്പിച്ച് കിട്ടിയപ്പോൾ ഇത്രയും ഇറക്കുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ പിന്നെ കൊണ്ട് രണ്ടാം തയ്പ്പിച്ചാണ് ചെറുതാക്കി. ഇത്രയായിരുന്നു വെറും പോറായത്. ഓക്കെ, എൻ്റെ അച്ഛനും അമ്മയും എന്താ പറ്റിയ ഒരു പ്രസാദമില്ലാത്ത മുഖം അമ്മയുടെ. ചേർത്തോടെ നമ്മൾ നോക്കി പ്രസാദമില്ല. പിന്നെ ഗൗരവത്തെ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ അച്ഛൻ എന്നാണ്. ഗൗരവത്തെ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ അച്ഛൻ. അടുത്തതിനകത്ത് നമ്മൾ കാരണത്തിരുന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ. നെക്സ്റ്റ് അരുണാൻ്റെ ഓരോ പോസ്റ്റാണ്. നമ്മൾ ചാമ്പകല ആ സമയത്ത് പൂക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ അതാണ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടനാണ്. നമുക്കൊരു 100K അടിച്ച സമയത്ത് കിട്ടിയതാണ് മൈ ഡ്രീം വേൾഡ് എന്നുള്ളതിൻ്റെ പ്ലേ ബട്ടൺ. പിന്നെ എടാ ഞാൻ നിശ്ചയത്തിന് പോവുകയാണെന്ന് റോക്കി എടുത്ത് പറഞ്ഞപ്പോൾ റോക്കി എന്തൊക്കെയോ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അണ്ട യൂട്യൂബ് മൈ ഡ്രീം വേൾഡ്, അത് ഞാൻ എക്സ്ട്രാ പറഞ്ഞ് ചെയ്യിച്ചു കേട്ടോ. എന്നും ഓരോ ഓർമ്മ പറഞ്ഞു. യെസ്, ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ നിശ്ചയം. നമ്മൾ ഇരുന്ന സ്ഥലമൊക്കെ ഇതാണ്. അപ്പോൾ നമ്മുടെ നിശ്ചയത്തിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഈ ഫ്രണ്ട് നമ്മുടെ അമ്മമ്മ ഇരിപ്പുണ്ട്, അമ്മമ്മയുടെ ബന്ധുക്കൾ ഇരിപ്പുണ്ട്, പെങ്ങന്മാർ ഇരിപ്പുണ്ട്, കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. ഈ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നതൊക്കെ അവരുടെ ബന്ധുക്കളായിരിക്കും. എനിക്ക് അവരുടെ ബന്ധുക്കളെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ കരയോഗത്തിലുള്ള കുറച്ച് ആൾക്കാരാണ്. ഇത് നമ്മുടെ ജയണൻ എന്ന് പറയുന്നത് നമ്മുടെ ഏട്ടനാണ്. ജയനെ അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജയൻ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പേരയിലെ ജയണം കേട്ടോ. ഇത് പുലിയിലുള്ള ഫേമസ് ചേട്ടനാണ്. ഇത് ഇവിടെ എങ്ങോട്ടേ നോക്കാം, എന്തോടെ ഇത് അയ്യോ താന്നൊക്കെ അതെന്തായാലും കൊള്ളാം കേട്ടോ, വേറെ ലെവൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ, കുറേ ഫോട്ടോസ് കൊള്ളാം. ഈ സത്യം പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണ് ഈ ഒരു പോസ്. ഒരു രക്ഷയില്ല. അത് എങ്ങനെ എടുത്തെന്ന് എനിക്കറിയില്ല. അറിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം അടിപൊളിയാണ്. പിന്നെ അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അതും നല്ല രസമായിരുന്നു. പിന്നെ എന്തൊക്കെയോ കണ്ണടച്ച് നിൽക്കുന്നു, കണ്ണ് തുറന്നു നിൽക്കുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നാലും അവർ കല്യാണത്തിന് പോയി. ആ വന്നതിൻ്റെ ഒരു ഗ്യാപ്പിൽ കഥ ഒന്ന് തുറന്നു കൊടുക്കാൻ ഗിരീഷ് നമ്മൾ പോയി. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ഫോട്ടോസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അമ്മ. ഇതാണ് നമ്മുടെ സന്ധ്യാമ്മ. സന്ധ്യ എന്നാണ് പേര്. ഇത് വിളക്ക് കത്തിക്കുന്നു. അതിനുശേഷം ഇതാണ് നമ്മുടെ ജാതകം. കണ്ടോ, നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചിലപ്പോൾ ജ്യോതിഷം അറിയാൻ എല്ലാം ഉണ്ടെങ്കിലും. ഓക്കെ, ഇതൊക്കെ അവിടുത്തെ ആരൊക്കെയാണ്. ഇതാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ കേട്ടോ. ഇതാണ് രാധാകൃഷ്ണൻ എന്നാണ് പേര്. ഇതാണ് അച്ഛൻ്റെ അനിയൻ. ഇത് ജയണ്ണൻ. ഇത് വേറെ ആരുണ്ട്. എൻ്റെ അച്ഛൻ കൈകൂപ്പിയൊക്കെ നിൽക്കുവാണ്. ഭവനെ കാറ്റണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഗോപിയുടെ അച്ഛൻ, പേര് ഗോപൻ എന്നാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ പേര് ഗോപാലകൃഷ്ണനുള്ള.
ഇത് ഗോപകുമാർ. ഇതെല്ലാം ഇങ്ങനെ പോകുന്നു. അവർ എന്തൊക്കെ ഇടുന്നു, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ജാതകവും കാര്യങ്ങളൊക്കെ കൈമാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് അതന്നെ ഇതാണ് കേട്ടോ ജാതകം കൈമാറുന്നത്. ഇത് നമ്മുടെ പുൽപ്പറയിലെ മോഹനാണ്. ഇത് അച്ഛനും എൻ്റെ അച്ഛന്മാർ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി. അതിനുശേഷം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ തൊഴുന്നു. തൊഴുന്നതിന് ശേഷം ഗോപിക വരുന്നു. എല്ലാവരും അനുഗ്രഹങ്ങൾ വാങ്ങുന്നു, എല്ലാവരും തൊഴുന്നു. അച്ഛൻ എനിക്ക് മോതിരം തരുന്നു. ഞാൻ ആ മോതിരം ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അവൾക്ക് മോതിരം കൊടുക്കുന്നു, അവൾ ആ മോതിരം എനിക്ക് കൊടുക്കുന്നു. അപ്പോൾ അതോടുകൂടി ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് പൂർത്തിയായി. വീണ്ടും നമ്മുടെ ഫാമിലിയിലോട്ട് അവൾ വന്നതായിട്ട് ഇവിടെ ഇപ്പോൾ അനിയനെ ഉള്ളൂ ഇല്ലാത്തത്. കുഞ്ഞമ്മേൻ്റെ കൊച്ചിനെ വിളിച്ചിട്ട് എന്താണെന്ന് അറിയില്ല, ഫോട്ടോ ഒന്നുമില്ല. കുഞ്ഞമ്മേൻ്റെ അമ്മമ്മേൻ്റെ അവളുടെ ഞാനും അച്ഛൻ്റെ ഓക്കെ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫാമിലിയോട് നിന്നൊരു ഫോട്ടോ, പിന്നെ അവരുടെ ഫാമിലിയിൽ ഞാൻ നിന്നൊരു ഫോട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരു കുറുമ്പ് അനിയത്തിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അഡ്രോണിൻ്റെ കുറച്ച് പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ അനിയത്തിക്കുട്ടി. ഞങ്ങളുടെ പേരാണ് ഗീതിക. ഇതാണ് ഗീതികക്കുട്ടി. ഇതാണ് ഞങ്ങളുടെ കുറുമ്പിക്കുട്ടി. അപ്പം ഇതാണ് അമ്മമ്മ. ഈ അമ്മയാണ് എല്ലാത്തിനും കാരണം. നേരത്തെ എൻ്റെ മോളെ കെട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യത്തിന് എനിക്ക് കിട്ടി. ഇത് പിന്നെ അവരുടെ അമ്മയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. ഈ ഫ്രണ്ട് സർക്കിളിനകത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഞാനാണ്, ആ പേരൊന്ന് ടൈപ്പ് ചെയ്യാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് അവരുടെ കുടുംബശ്രീയുടെ എന്തൊക്കെയോ കലാപരിപാടികളാണ്. പിന്നെ അവരുടെ ഫാമിലിയുള്ളവർ ഇത് പിന്നെ എൻ്റെ പെങ്ങന്മാരാണ് കേട്ടോ. ഇതെൻ്റെ മാമൻ്റെ മോള്, ഇത് കുഞ്ഞമ്മയുടെ മോളും, ഇത് കുഞ്ഞമ്മയുടെ മോള്. ഇത് വിഷ്ണു പോർക്കുളം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഞങ്ങളുടെ സിബിച്ചായൻ, ജെസി ചേച്ചി. ഇത് നിങ്ങൾക്കറിയാൻ പറ്റും. യൂട്യൂബേഴ്സിൽ നിന്ന് ഇത്രയും പേരാണ് വന്നത്. അണ്ണോൺ വാഴക്കുട്ടി, പിന്നെ സതീഷ് അഹമ്മദ്രാജ്, ഇത് നമ്മുടെ ദേവശ്രീ ചേച്ചി, വിഷ്ണു പോർക്കുളം. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അച്ഛന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാർ പ്രവീൺ ഉണ്ടായിരുന്നു, മനു ഉണ്ടായിരുന്നു. മനുവിൻ്റെ കാണിച്ചു, മനു, പ്രവീൺ. ഇത് നമ്മുടെ വിഷ്ണു റെഡ്രോസ്. ഇത് പ്രവീണിൻ്റെ വൈഫാണ്, പ്രവീണിൻ്റെ അനിയനാണ്. ഇത് അവരുടെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. പെങ്ങളുടെ ഹസ്ബൻഡും മോനും വൈഫും. പിന്നെ കണ്ണട സീക്കുന്നത് കണ്ണട ഒപ്പിച്ചിട്ടില്ല. നെക്സ്റ്റ് ഇത് ഗോപിയുടെ കുറേ ഫ്രണ്ട്സായിരുന്നു, കോളേജിൽ നിന്നൊക്കെ വന്നവരാണ്. ഇത് അവരുടെ കുറേ ഫ്രണ്ട്സ്. ഇതായിരുന്നു നമ്മുടെ ഏട്ടന്മാർ. ഇവരെയാണ് സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ചന്ദനത്തോപ്പിലുള്ള ജയകൃഷ്ണണ്ണൻ, ഇത് കമലേട്ടൻ, ഇത് ബിനുവണ്ണൻ. അത്രയും പേര് വന്നിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെയൊന്നും എനിക്കറിയത്തില്ല. അവരുടെ ഫാമിലിയുള്ള ആൾക്കാരൊക്കെ ഞാൻ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇതെൻ്റെ അച്ഛൻ്റെ അപ്പൻ്റെ ഏറ്റവും ഇളയ അനിയൻ്റെ മക്കളാണ്. അവരെല്ലാവരും വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇത് അമ്മുച്ചേച്ചിക്ക് ഒരു മോനുണ്ട്, ദീ കയ്യിരിക്കുന്നുണ്ട്. ഇതാണ് കാശിമ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സംഭവം നോക്കാം. ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് മോതിരത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ അവിടെ ഒരു 3 മൂർത്തി ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ 3 മൂർത്തി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എൻഗേജ്മെൻറ്റ്. അപ്പം ഈ 3 മൂർത്തി ക്ഷേത്രം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും അവിടെ കുറേ ഫ്രണ്ട്സ്, അവിടെ കുറേ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ എൻ്റെ കുറേ ഫ്രണ്ട്സ്. പിന്നെ ഇത് നമ്മുടെ സച്ചുവിൻ്റെ അനിയൻ. ഇത് നമ്മുടെ വിഷ്ണു പുറത്തുള്ള അനിയൻ കണ്ടല്ലോ, പറഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ഇതാണ് വിഷ്ണു പുറത്തുള്ള അനിയൻ. ഇത് നമ്മുടെ സച്ചു, മൈ ഡ്രീം വേൾഡ് സച്ചു. ഇത് നമ്മുടെ വിഷ്ണു. പിന്നെ ഇത് അമ്മ ചേച്ചി. അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇത് നമ്മുടെ കാർത്തിക് പ്രത്യേകിച്ച് പരിചയപ്പെടും. ഇതാണ് നമ്മുടെ കാർത്തിക്. ഞങ്ങളുടെ കൂടെ എവിടെയും എന്തിനും എപ്പോഴും ഓടി വരുന്നത് നമ്മുടെ കാർത്തിക്. ഈ ഇടയ്ക്ക് ഞാൻ ഗിരീഷിനെ പരിചയപ്പെടുത്തിയിരുന്നു. കാര്യത്തിൽ ഫ്രണ്ടാണ്, തിരിച്ചു പോയി. ഇത് നമ്മുടെ വിഷ്ണു പുറത്തുള്ള. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവിടെ കൊച്ചുണ്ട്, ഞാനുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ സദ്യക്കകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം പരിപ്പാണ്. പരിപ്പും പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഭയങ്കര ക്ഷീണിതനായിരുന്നു. അപ്പോൾ ഞാൻ ക്ഷീണിച്ചേർന്ന് ഉറങ്ങുന്നൊക്കെ ചുമ്മാ. പിന്നെ അവിടെ എന്ത് പറയുന്നത്, കമ്മനങ്ങാണ്ട് ഊരിപ്പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ടുകൊടുക്കും. അത് ഇത്രയും സെറ്റപ്പ് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ അതും ഇതും മറ്റേതും മത്സരമൊക്കെ കഴിഞ്ഞു. യെസ്, അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞു. അപ്പം എന്താ നിങ്ങൾക്ക് നമ്മുടെ അരുണിനായിട്ട് ഇത്തരം ആൽബമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. Zoom 7025078806. ഇതാണ് നമ്മുടെ അരുണിൻ്റെ ഈ ഒരു ആൽബം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ആൽബം ക്ലോസ് ചെയ്യുകയാണ്. ബാക്ക് സൈഡ് ഇതാണ്, ഫ്രണ്ട് സൈഡ് ഇതാണ്. കുളിച്ചതാണ്, പക്ഷെ നല്ല വീർപ്പുണ്ട്. അതിന് സംസാരങ്ങളല്ല, നല്ല വൃത്തിയായിട്ട് വീർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പല ആൾക്കാരെയും കുറേ ആൾക്കാർ അവളോട് തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്. നീ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ജോലിയായിരിക്കും, അതായിരിക്കും ഇതായിരിക്കും. അവരത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോഗിനകത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ്. എല്ലാവർക്കും ഓക്കെയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പം കുറേ പേര് എൻ്റെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നാളുണ്ട്. നമ്മുടെ ഒരു കല്യാണത്തിന് ഡേറ്റ് ഞാൻ ഒരു മാസം മുമ്പ് അറിയിക്കാം. മാക്സിമം വരാൻ പറ്റുന്ന എല്ലാം വരാം, നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു അറുണൻ്റെ നമ്പർ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, പുള്ളിയുടെ കോൺടാക്ട് ചെയ്താൽ ഇനി ഏത് ഭാഗമായാലും പുള്ളിക്കാരൻ വന്ന് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ഫുൾ വർക്കും അറുണാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലോട്ട് ആരെങ്കിലുമൊക്കെ മെമ്പർ ആവാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. എന്തായാലും പുതിയ വിശേഷം. അതുപോലെ തന്നെ ഞങ്ങൾ ബുധനാഴ്ച ഒരു ട്രിവാൻഡ്രം യാത്രയുണ്ട്, സൂവിലോട്ടാണ് ഞാൻ അവളോടാണ് പോകുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി വ്ളോഗായിരിക്കും. അപ്പം ഞാനും അവളുമായിട്ട് എനിക്ക് തോന്നുന്നു ട്രാവലിംഗ് വ്ളോഗ് ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് അന്നേരം നോക്കാം. അപ്പോൾ എന്തായാലും പുതിയ വിശേഷവുമായി മറ്റു വീഡിയോ കാണാം. ബൈ.